തുടരുകയാണ്. കായംകുളം CPM-ൽ വീണ്ടും പൊട്ടിത്തെറി. ഒരു ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഏരിയ കമ്മിറ്റി അംഗവും രാജിവെച്ചത് ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരിയും മുൻ ഏരിയ കമ്മിറ്റി അംഗം B ജയചന്ദ്രനും. ഇവർ പ്രതിപക്ഷ പാർട്ടികളിൽ ചേരാൻ ചർച്ച നടത്തുന്നതായി സൂചനയുണ്ട്. വിവരങ്ങൾ നൽകാൻ ഷൈജു ചേരുന്നുണ്ട്. ഷൈജു, ഈ വലിയ പ്രശ്നമാണ് കഴിഞ്ഞ കുറേ നാളുകളായി കായംകുളത്ത് CPM നേരിടുന്നത്. ഇപ്പോൾ ഈ പ്രസന്നകുമാരിയൊക്കെ നൂറ്റാണ്ടിലധികമായി പാർട്ടിയുടെ ഭാഗമായ ആളുകളാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ രാജിവെക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ? എന്താണ് വിവരം? രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ കായംകുളത്ത് CPM-നകത്ത് നിലനിൽക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ ബിപിൻ സി ബാബു എന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരുന്ന ബിപിൻ സി ബാബു അടക്കമുള്ളവർക്ക് എതിരെ ഒരു നടപടി ഉണ്ടായിരുന്നു. ബിപിൻ സി ബാബുവിന്റെ അമ്മയാണ് ഈ KL പ്രസന്നകുമാരി. ഈ ബിപിന് എതിരെ അടക്കമുള്ളവരുടെ നടപടി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദമായിട്ടാണ് ഇപ്പോൾ പാർട്ടിക്ക് കത്ത് കൊടുത്തുകൊണ്ട് ഒരു രാജി ഭീഷണിയുമായി മുന്നോട്ട് വന്നത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നേരത്തെ രേഷ്മ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സമ്മർദ്ദമുണ്ടാക്കിയാൽ അത് വിജയം കാണും എന്നതാണ്. ഈ ബിപിൻ സി ബാബു കുടുംബപരമായ ചില പ്രശ്നങ്ങൾ അത് പാർട്ടിയുടെ മുന്നിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിൽ അകപ്പെട്ടു നിൽക്കുന്ന അദ്ദേഹത്തിന് പാർട്ടിയിൽ തിരികെ എത്തിച്ചൊരു സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എന്നാണ് ഇപ്പോൾ മറുഭാഗം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ രാജിയും മറ്റ് കൂടുതൽ ആളുകൾ പാർട്ടി വിട്ടു പോകും എന്നൊക്കെയുള്ള ഭീഷണി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്തിയൂർ പോലെ CPM-ന്റെ ഒരു ശക്തി കേന്ദ്രത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നത് CPM-നെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ശരി, ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.